ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറി തയ്യാറാക്കിയാലോ. അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയൊരു പരിപ്പ് കറി റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമ്മളിതാ ഇവിടെ ഓറഞ്ച് കളറിലുള്ള പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ശേഷം നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കഴുകിയൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഇതാ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ പരിപ്പിന് അത്ര വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരിപ്പൊക്കെ വെന്ത് കിട്ടുന്നതാണ്. ഒരു 2-3 വിസിൽ കേട്ടാൽ മതി. നന്നായിട്ട് വേവണമെന്നുള്ളവർക്ക് അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഒരു 3-4 വിസിൽ കേട്ട് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വേവണമെന്നില്ലെങ്കിൽ നമുക്ക് ഇത്ര വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് താളിച്ചുകൂടെ എടുക്കണം. അപ്പോൾ ഇതാ ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വേറൊരു പൊടിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നന്നായിട്ട് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വേവണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ.